അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എല്ലാവർക്കും ഷിഫാഉൽ അംറാദിലേക്ക് സ്വാഗതം. എല്ലാവരുടെ എല്ലാ ഉദ്ദേശങ്ങളും അല്ലാഹു തആല പൂർത്തിയാക്കി തരട്ടെ. പ്രിയമുള്ളവരെ, ഞാനിപ്പോൾ വന്നത് നമ്മുടെ മഴക്കാലമാണല്ലോ. കുറേ മുമ്പേ പറയാൻ വിചാരിച്ചതാണ്, പക്ഷേ വിട്ടുപോയി. മഴക്കാലത്ത് നമുക്ക് ഉപയോഗിക്കേണ്ട എല്ലാവർക്കും, എല്ലാ കാര്യത്തിനും, എല്ലാ രോഗങ്ങൾക്കും, ബുദ്ധി കൂടാനും മന്ദബുദ്ധികൾക്കും പഠിപ്പിനും എല്ലാം പറ്റിയ ഒരു മരുന്നാണ് ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത്. അത് മഴക്കാലത്ത് മാത്രം കിട്ടുന്ന മരുന്നാണ്. കൂടുതൽ വിശദീകരിച്ച് പറയുന്നില്ല, ചുരുക്കി പറയാണ്. മഴവെള്ളം ശേഖരിക്കുക. എല്ലാവരും എൻ്റെ ഈ വോയിസ് കേൾക്കുന്ന ആളുകളൊക്കെ മഴവെള്ളം ശേഖരിക്കുക എന്ന് പറഞ്ഞാൽ മഴ പെയ്തുള്ള തോട്ടുന്നോ കുണ്ടുന്നോ കുളത്തുന്നോ കിണറിൽ നിന്നോ എടുക്കുന്ന വെള്ളമല്ല. ആകാശത്ത് നിന്നും നേരിട്ട് പൊഴിയുന്ന വെള്ളം, ഭൂമിയിലോ മരത്തിലോ തട്ടാതെ ഡയറക്റ്റ് നേരെ വരുന്ന മഴവെള്ളം കിട്ടണം. അതിന് നിങ്ങൾ ചെയ്യേണ്ട പണി, മരങ്ങളില്ലാത്ത സ്ഥലം നോക്കി വാർപ്പിൻ്റെ, നമ്മുടെ വീടിൻ്റെ സ്ലാബിൻ്റെ മുകളിലോ അല്ലെങ്കിൽ മരങ്ങളൊന്നുമില്ലാത്ത കാലി മുറ്റത്തോ ഒരു സ്റ്റൂളോ കസേരയോ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു പാത്രം വെക്കുക. വൃത്തിയുള്ള നല്ലൊരു പാത്രം വെച്ച് ആകാശത്തിൽ നിന്നും നേരെ വരുന്ന വെള്ളം അതിലേക്ക് വീണ് അത് നിറയണം. അങ്ങനെ കുറച്ച് വെള്ളം എടുത്ത് ശേഖരിച്ച് വെക്കുക. എന്നിട്ട് നല്ല ആത്മാർത്ഥതയോടുകൂടി, തഖ്വയോടുകൂടി, ഈമാനോടുകൂടി, വിശ്വാസത്തോടുകൂടി അതിലേക്ക്, ആ വെള്ളത്തിലേക്ക് നമ്മൾ ഓതുക. ഖുർആൻ ഓതി. ഒരു 3 സൂറത്തെ നമ്മൾ ഓതേണ്ടതുള്ളൂ. 3 സൂറത്ത്. ഒരു 11 വട്ടം ഫാത്തിഹ ഓതുക, 11 ആയത്തുൽ കുർസി ഓതുക, 11 അലം നശ്റഹ് സൂറത്തും ഓതി ആ വെള്ളത്തിലേക്ക് മന്ത്രിക്കുക. ഇത്ര ചെയ്താൽ മതി. ആ വെള്ളത്തിലേക്ക് എല്ലാ ദിവസവും ഊതണം. അത് കുറച്ച് വെള്ളമാണെങ്കിൽ അതിലേക്ക് ഓതി അത് കുടിക്കുക. കുറേ വെള്ളമുണ്ടെങ്കിൽ ഓരോ ദിവസവും വേറെ വേറെ അതിലേക്ക് ഊതി മന്ത്രിച്ച് അത് കുടിക്കുക. രാവിലെ വെറും വയറ്റ് കുടിക്കണം 1 ഗ്ലാസ് വെള്ളം. നമ്മുടെ വീട്ടിൽ രോഗിയായി കിടക്കുന്ന ഉമ്മയോ ഉപ്പയോ വല്യമ്മയോ വല്യാപ്പയോ കുട്ടികളോ ഉണ്ടെങ്കിൽ അവർക്കെല്ലാം വളരെ ബെസ്റ്റാണ്. അതുപോലെ പഠിച്ചിട്ട് മനസ്സിലാകാത്ത, എത്ര പറഞ്ഞാലും മനസ്സിലാകാത്ത കുട്ടികളൊക്കെ ഉണ്ടല്ലോ. ഒരു അലിഫ് ബാ അക്ഷരം പോലും മനസ്സിലാകാത്ത കുട്ടികളൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള കുട്ടികൾക്കും ഇത് രാവിലെ വെറും വയറ്റിൽ കൊടുക്കുക. അതുപോലെ രാത്രി ഉറങ്ങാൻ നേരത്തും കുറച്ച് കൊടുക്കുക. ഇങ്ങനെ ആ വെള്ളം തീരുന്നത് വരെ മന്ത്രിച്ചു കൊടുക്കുക. ആ വെള്ളം തീർന്നാൽ വീണ്ടും നേരത്തെ എടുത്തതുപോലെ മഴവെള്ളം ശേഖരിച്ച് വെച്ച് വീണ്ടും അതിലേക്ക് ഊതി ഇതിങ്ങനെ മഴക്കാലം തീരുന്നത് വരെ. നമുക്കൊരു മുടക്കൊന്നുമില്ല, പൈസക്ക് മുടക്കൊന്നുമില്ല. മഴവെള്ളം ശേഖരിക്കുക എന്നൊരു പണി മാത്രമേ ഉള്ളൂ. അതിലേക്ക് ഊതുക എന്നൊരു പണി മാത്രമേ ഉള്ളൂ. ഊതുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഫാത്തിഹ ഓതുകയാണ്, ആയത്തുൽ കുർസി ഓതുകയാണ്, അലം നശ്റ ഓതുകയാണ്. ഇനി ഒന്നുമില്ലെങ്കിലും നമ്മൾ ഓതിയ ആ കൂലി നമുക്ക് കിട്ടും. ആ ഓതി കഴിഞ്ഞിട്ട് ഒന്ന് അതിലേക്ക് മന്ത്രിച്ചതിന് ശേഷം വീണ്ടും ഒന്ന് ദുആ ചെയ്യുക. എന്നാൽ നമുക്ക് എന്ത് തന്നെയായാലും ഒരു നഷ്ടവുമില്ല. ഓതിയ കൂലി കിട്ടും. അള്ളാഹുവിൻ്റെ അടുത്ത് ഓരോ ഹർഫിനും ഹസനാത്തുകൾ കൂലി കിട്ടും. ആ ഓതി കഴിഞ്ഞിട്ട് നമ്മൾ ആർക്ക് വേണ്ടിയാണോ ഈ വെള്ളം മന്ത്രിക്കുന്നത്, ആർക്ക് വേണ്ടിയിട്ടാണോ, അവർക്ക് വേണ്ടി അവരെ രോഗങ്ങളൊന്ന് മാറാൻ വേണ്ടി ഒന്ന് ദുആ ചെയ്യുക. എന്നിട്ട് വെള്ളത്തിലേക്ക് അത് കുടിക്കാനും കൊടുക്കുക. എങ്ങനെയായാലും നമുക്ക് നഷ്ടമില്ല, നമുക്ക് ലാഭം തന്നെയാണ്. പൈസക്ക് മുടക്കില്ലാത്ത നല്ല ഒരു മരുന്നാണ്. മഹാന്മാരൊക്കെ ഉപയോഗിച്ചതാണ്, നമ്മളോട് ഉപയോഗിക്കാൻ പറഞ്ഞതാണ്. ഒരുപാട് ആൾ ഉപയോഗിച്ച് ഫലം കിട്ടിയതുമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, മഴവെള്ളം ശേഖരിച്ച് ഓതി രോഗികൾക്കും കുട്ടികൾക്കും ഒക്കെ നമ്മൾ കുടിപ്പിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും അള്ളാഹു തആല പൂർത്തിയാക്കി തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.